എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഹോണറിന്റെ ഒരു ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോണറിന്റെ ഫോണ്. ഹോണർ X9 5G എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സുകളും വേറെ അഡീഷണൽ ഫീച്ചേഴ്സുകളൊക്കെ വരുന്ന നല്ലൊരു ഫോൺ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോണർ യൂസ് ചെയ്യുന്നവർക്ക് കൂടുതൽ അറിയാം. ഹോണറിൻ്റെ ഫോണുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫോണുകളും കംപ്ലൈൻറ്റ്സ് ഒക്കെ കുറവുള്ള ഫോണുകളാണ് വരുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നമ്മളെ ഫോൺ തന്നെയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോണർ X9 എന്ന് പറയുന്ന മോഡല്. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 8GB റാം 128GB ഇൻ്റർണൽ സ്റ്റോറേജ് വരുന്ന ടൈറ്റാനിയം സിൽവർ എന്ന് പറയുന്ന ഒരു കളറാണ്. ഇത് കൂടാതെ 2 കളറിലും കൂടെ അത് അവൈലബിൾ ആണ്. മിഡ് നൈറ്റ് ബ്ലാക്ക്, ഓസീൻ ബ്ലൂ എന്ന് പറയുന്ന കളറിലും ഇത് വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ഇതിൻ്റെ മറ്റുള്ള 2 കളറിലും ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു കളറും ഈ ഒരു ഡിസൈനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, ഈ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്നത്. ഇങ്ങനെ ഈ ഒരു മാറ്റ് ഫിനിഷ് വരുന്നത് കൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഇവിടെ ടച്ച് ആവുന്ന സമയത്ത് അത്ര പെട്ടെന്നൊന്നും പതിയുന്നില്ല. പക്ഷേ ഇതിൻ്റെ മറ്റേ ഗ്ലോസി ഫിനിഷ് വരുന്ന മോഡലിലൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിൻറ്റ് അതിൽ പതിയുന്നുണ്ട്. അതുപോലെ തന്നെ മാട്രിക്സ് ഡിസൈനിലാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. 3 ക്യാമറയും ഒരു ഫ്ലാഷാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് 189 ഗ്രാം ആണ്. ഇനി ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടന്. ഈ പവർ ബട്ടൻ്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. പിന്നെ വോളിയോ വോക്കേഴ്സ് ആണുള്ളത്. മുകളിലായിട്ടൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി താഴെ ഭാഗത്തായിട്ട് സിം ട്രേ വരുന്നുണ്ട്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 നാനോ 5G സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു മൈക്ക്, പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ട്. ഈ ടൈപ്പ് സി ചാർജിങ് പോർട്ടിൽ തന്നെയാണ് ഇയർഫോൺ ജാക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സ്പീക്കർ ഗ്രില്ലാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഹാർഡ്വെയർ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതും കൂടെ നോക്കാം. ബോക്സിലൊരു ചെറിയ ബോക്സ് കാണാം. ഇതിനുള്ളിലായിട്ട് സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളും, പിന്നെ യൂസർ മാനുവൽ, പിന്നെ ഒരു ബാക്ക് സൈഡിൽ ഇടാൻ പറ്റുന്നൊരു സിലിക്കോൺ കേസ് വരുന്നുണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരുന്ന ഒരു കേസ് പോലെ തന്നെയാണ്. ഒരു കേസ് നമുക്ക് ഇട്ട് നോക്കാം. ഈ ഒരു കേസ് ഇട്ടപ്പം കുറച്ചും കൂടി ഗ്രിപ്പ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണിത്. കൂടാതെ ബോക്സിലൊരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും, പിന്നെ ടൈപ്പ് സി ടു 3.5mm ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചാർജിങ് പോർട്ടിൽ തന്നെയാണ് നമുക്കിതിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റർ ഇതിന് കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹെഡ്ഫോൺ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. 3.5mm ജാക്ക് വരുന്ന ഒരു ഹെഡ്ഫോണാണിത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ വരുന്ന ആക്സസറീസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോണർ X9 എന്ന് പറയുന്ന മോഡല്. നിങ്ങൾക്ക് കാണാം, ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. തീരെ ബെസൽ ഇല്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണിത്. 6.81 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 89.2% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ 385 പിക്സലാണ് ഡിസ്പ്ലേ ഡെൻസിറ്റിയും വരുന്നത്. ഇനി ഫോണിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 മാജിക് UI 4.2 ആണ്. അതുപോലെ തന്നെ ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അഡ്രിനോൻ്റെ 619 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊസസ്സറും ഗ്രാഫിക്സും ഒക്കെ തന്നെ ഈ ഫോണിൽ വരുന്നത് കൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കളിക്കാവുന്നതാണ്. ഞാൻ അതിൽ ഗെയിം കളിച്ച സമയത്ത് നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിച്ചു. ഒരു ഗ്രാഫിക്സിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫ്രെയിം മിസ്സിങ് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നല്ല രൂപത്തിൽ തന്നെ കളിക്കാൻ സാധിച്ചു. ഈ ഒരു ഫോൺ നമുക്കിവിടെ UAE അവൈലബിൾ ആയിട്ടുള്ളത് 2 വേരിയൻറ്റിലാണ്. 8GB റാമിൽ തന്നെ 128GB 256GB ഇത് അവൈലബിൾ ആണ്.
ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ക്യാമറകളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിലെ f1.8 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു ക്യാമറ ആണ്. അതുപോലെ തന്നെ 2 മെഗാ പിക്സലിലെ f2.4 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ f2.4 വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ ക്യാമറകളായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നില്ല, അതൊരു കുറവായിട്ട് തന്നെ പറയാം. കാരണം നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഫോട്ടോസൊന്നും ഈ ഒരു ക്യാമറ വെച്ചിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പേച്ചർ, നൈറ്റ് മോഡ്, പോർട്രേറ്റിൽ തന്നെ ബ്യൂട്ടി ആൻഡ് ബൊക്കെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോയിൽ നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 8x വരെയാണ്. പിന്നെ ഇവിടെ നമുക്ക് AI ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നോക്കുകയാണെങ്കിലും 8x വരെയാണ് നമുക്ക് മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത്. ബ്യൂട്ടി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡുവൽ വ്യൂ സ്ക്രീൻ വരുന്നുണ്ട്. ഒരേ സമയത്ത് സെൽഫി വീഡിയോസും അതുപോലെ തന്നെ റിയർ ക്യാമറയുള്ള വീഡിയോസും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം HDR, സൂപ്പർ, മാക്രോ, സ്റ്റോറി, അങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഡുവൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷന്. അപ്പോൾ ഇത്രയാണ് ക്യാമറയിൽ വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ്. അതൊരു കുറവായിട്ട് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഫോണിൽ നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിൽ നമുക്ക് ഫുൾ HDയിൽ മാത്രമേ വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിലെ f2.5 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു ക്യാമറ ആണ്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് നല്ല ബ്യൂട്ടി ആയിട്ടും ബൊക്കെ എഫക്റ്റിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൽ ഫോട്ടോ എടുത്ത സമയത്ത്. പിന്നെ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ എടുത്ത് പറയേണ്ടത് ഇതിൽ നമുക്ക് റാം ടർബോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഒരു ഫോണിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല. ഇതിൽ വരുന്ന കുറച്ച് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4ഉം അതുപോലെ തന്നെ 5 GHz സപ്പോർട്ടാണ്. പിന്നെ NFC വരുന്നുണ്ട്, പിന്നെ GPS വരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ വരുന്ന ലോക്ക് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കുമാണ്. അപ്പോൾ നമുക്ക് ഫിംഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് സെൻസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇനി ഫേസ് ലോക്ക് നോക്കി നോക്കാം. ഫേസ് ലോക്ക് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസായി വരുന്ന അത്ര സ്പീഡിൽ വരുന്നില്ല, കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഈ ഒരു ഫോണിൽ വരുന്നത് 4800 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ കൂടെ ഒരു ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണത്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് 0 to 100% വരെ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 38 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ആവുന്നുണ്ട്. ഇനി ഫോണിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഇതിലിപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് വലിയ ലൗഡ് സൗണ്ട് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് സൗണ്ട് മാത്രമാണ് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈഡ് നോക്കുമ്പോഴാണ്. ഒരു AMOLED ഡിസ്പ്ലേ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും എനിക്കൊരു കുറവായിട്ട് തോന്നി. പിന്നെ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് വീഡിയോൻ്റെ റെസൊല്യൂഷൻ ഒരു കുറവായിട്ട് തോന്നി. ഫുൾ HD റെക്കോർഡിംഗ് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിൽ. പിന്നെ ഫോണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോൺ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് റാം ടർബോ ടെക്നോളജി വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 8GB ആൻഡ് 128GBക്ക് 1099 ദിറംസാണ്. അതുപോലെ 8GB ആൻഡ് 256GBക്ക് UAE വരുന്നത് 1199 ദിറംസുമാണ്. മറ്റ് ബ്രാൻഡ് ഫോണുകളൊന്നും കാണാത്ത നല്ലൊരു കാര്യം നമുക്ക് ഈ ഓണർ ഫോണിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ UAEയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു GCC കൺട്രിയിൽ കൊടുക്കുകയാണെങ്കിലും ഇതിന് 1 ഇയർ വാറണ്ടി കിട്ടുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങി 6 മാസത്തിനുള്ളിൽ സ്ക്രീൻ ബ്രോക്കൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. അത് ഓണറിൻ്റെ ഓതറൈസറായിട്ടുള്ള ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹോണർ X9 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി കാണുന്നത് വരെ
ബൈ.